Hello. We have already learned that negotiable instruments are classified into bearer and order instruments. Bearer instruments are those instruments which can be transferred by mere delivery, but in case of order instruments, it can be transferred by endorsement and delivery. എൻഡോഴ്സ്മെന്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് ഓർഡർ ഇൻസ്ട്രുമെന്റ്സിന്റെ കാറ്റഗറിയിൽ പറയുന്നുണ്ട്. അതേസമയം ബെയർ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ എൻഡോസ് ചെയ്യാതെ തന്നെ മറ്റൊരാൾക്കത് ട്രാൻസ്ഫർ ചെയ്യാം. സോ എന്താണ് എൻഡോഴ്സ്മെന്റ്? ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ദിസ് വീഡിയോ. Section 15 of Negotiable Instruments Act 1881 defines endorsement, where the maker or holder of a negotiable instrument signs the same otherwise than as such maker for the purpose of negotiation on the back or face thereof or on a slip of a paper annexed thereto, or signs for the same purpose a stamped paper intended to be completed as a negotiable instrument, he is said to endorse the same and is called endorser. എന്താണ് എൻഡോഴ്സ്മെന്റ് എന്നും ആരാണ് എൻഡോഴ്സർ എന്നും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നു സെക്ഷൻ 15. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്തായാലും മേക്കർ സൈൻ ചെയ്യും. ആ മേക്കർ പിന്നീട് ആ പേയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നീട് ആ പേയ്ക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എൻഡോസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. എന്താണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഫേസ് പേജിലോ അല്ലെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിലോ സൈൻ ചെയ്യുന്ന രീതിയാണ്, സിഗ്നേച്ചർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആരാണ് സൈൻ ചെയ്യേണ്ടത്. അതായത് വീണ്ടും ആർക്കാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിനു മുന്നേ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പേഴ്സൺ അതിന്റെ പുറകിൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് ആ പേഴ്സൺ സൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാം മറ്റൊരാൾക്ക് കൈമാറാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ. ഇനി ആ വ്യക്തിക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ വീണ്ടും സൈൻ ചെയ്ത് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പുതിയ ആൾക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ അല്ലെങ്കിൽ ഫേസിൽ വീണ്ടും സൈൻ ചെയ്ത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. അപ്പോൾ ആ സിഗ്നേച്ചർ, പുട്ടിംഗ് എ സിഗ്നേച്ചർ ഓൺ ദ ഫേസ് ഓഫ് ദ ബാക്ക് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ആസ് എൻഡോഴ്സ്മെന്റ്. ഈ ഡെഫിനേഷനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഈ സിഗ്നേച്ചർ ഫേസ് പേജിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ബാക്ക് സൈഡിലോ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും യൂഷ്വലി അതിന്റെ പുറകിൽ മാത്രമാണ് എൻഡോസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ എൻഡോസർ ആണ് എന്ത് ചെയ്യുന്നത്, ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പുറകിൽ സൈൻ ചെയ്യുന്നു, എൻഡോഴ്സർ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ സ്ഥലമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു പേപ്പർ കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അത് പറയുന്നുണ്ട്, ഓർ ഓൺ എ സ്ലിപ്പ് ഓഫ് എ പേപ്പർ അനെക്സ്ഡ് thereto, അനെക്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി അതും പറ്റിയില്ല എങ്കിൽ ഓർ സൈൻസ് ഫോർ ദ സെയിം പർപ്പസ് എ സ്റ്റാമ്പ്ഡ് പേപ്പർ ഇന്റൻഡഡ് ടു ബി കംപ്ലീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഒരു സ്റ്റാമ്പ്ഡ് പേപ്പർ ആണെങ്കിലും സൈൻ ചെയ്ത് അറ്റാച്ച് ചെയ്താലും മതി. ഹി ഈസ് സെറ്റ് ടു എൻഡോസ് ദ സെയിം. ആരാണോ ചെയ്യുന്നത് ആ പേഴ്സൺ അത് എൻഡോസ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ആ പേഴ്സണെ നമ്മൾ എൻഡോഴ്സർ എന്നുകൂടി പറയും. സോ സിമ്പിൾ സെൻസിൽ നമുക്ക് പറയുകയാണെങ്കിൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ബാക്ക് സൈഡിൽ എൻഡോസ് ചെയ്ത് സിഗ്നേച്ചർ ഇട്ട് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ സിമ്പിൾ സെൻസ്, എൻഡോഴ്സ്മെന്റ് ഈസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ഇറ്റ് ടു അതേഴ്സ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ഡ്രോയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹോൾഡർ ആയിരിക്കാം. ആരാണോ ഹോൾഡർ ആ പേഴ്സൺ അല്ലെങ്കിൽ അതിന്റെ മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ തന്നെ വേണമെങ്കിൽ അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ സൈൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അപ്പോ ഓർഡർ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പറഞ്ഞു, ഓർഡർ ഇൻസ്ട്രുമെന്റ്സ് ആർ ദോസ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. വെറുതെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് ട്രാൻസ്ഫർ ആവുന്നില്ല. ഓർഡർ ഇൻസ്ട്രുമെന്റ്സിന്റെ പുറകിൽ എൻഡോസ് കൂടി ചെയ്യണം. എന്താ എൻഡോസിങ്? പുട്ടിംഗ് എ സൈൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ ടു അതേഴ്സ്. ദാറ്റ് ഈസ് endorsement. It is clearly defined who is the endorser and what is endorsement, how you can endorse a negotiable instrument എന്ന് ക്ലിയർ ആയിട്ട് സെക്ഷൻ 15 പറഞ്ഞിട്ടുണ്ട്. This word endorsement is derived from Latin word endorsum, which means upon the back.
If the space is not enough, holder can paste a paper to the instrument called along for further endorsement. ഇനി അതിൽ തികയുന്നില്ല, ഒരു ചെക്കാന്ന് വിചാരിക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ആ ചെക്കിന്റെ പുറകിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്, ഒരു 50 പേർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് പോവാന്ന് വിചാരിക്കും, 50 പേരെ സിഗ്നേച്ചർ ഇട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ അതിൽ സ്പേസ് ഉണ്ടാവില്ല. സോ ദാറ്റ് പേഴ്സൺ ക്യാൻ അറ്റാച്ച് another paper to that instrument എന്ന് പറയുന്നുണ്ട്. സോ അതിൽ സ്പേസ് തികയുന്നില്ല എങ്കിൽ അതിലൊരു പേപ്പർ കൂടി അറ്റാച്ച് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് along for the further endorsement. വീണ്ടും അടുത്ത ആൾക്ക് സിഗ്നേച്ചർ ചെയ്യാനുള്ള സ്പേസിന് വേണ്ടിയാണ് ഈ പേപ്പർ അറ്റാച്ച് ചെയ്യുന്നത്. Then who all are the parties in endorsement? The person who endorses the instrument is called endorser. ആരാണ് ഇതിന്റെ പുറകിൽ സൈൻ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ആ പേഴ്സൺ ആണ് എൻഡോസർ. ചിലപ്പോൾ അത് മേക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ആരാണോ ഹോൾഡർ ആ ഹോൾഡർ ആയിരിക്കും എൻഡോസർ. ഇനി ആർക്കാണ് ഇത് എൻഡോസ് ചെയ്യുന്നത്? ദാറ്റ് പേഴ്സൺ ഇസ് നോൺ ആസ് എൻഡോർസി. So endorser is the person who is putting her or his sign on the back of the instrument, and the person to whom it is endorsed is called endorsee. Then what is the significance of this endorsement? Here endorsee ആരാണ്, ആർക്കാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പേഴ്സൺ ആണല്ലോ എൻഡോർസി എന്ന് പറയുന്നത്. എൻഡോർസി ഗെറ്റ്സ് ദ റൈറ്റ് ടൈറ്റിൽ ഓർ പ്രോപ്പർട്ടി ഇൻ ദ ഇൻസ്ട്രുമെന്റ്. ഇനി എൻഡോസ് ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ് കയ്യിൽ കിട്ടിയെങ്കിൽ ആ കയ്യിൽ കിട്ടിയ ആൾക്ക് എൻഡോർസിക്ക് ആ ഇൻസ്ട്രുമെന്റിന്റെ കംപ്ലീറ്റ് ടൈറ്റിലും അതിന്റെ റൈറ്റും അതിന്റെ പ്രോപ്പർട്ടിയും എല്ലാം അയാളുടെ അവകാശമായി മാറുകയാണ്. എൻഡോസർ സർട്ടിഫൈസ് ജെനുവിൻനെസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. എൻഡോസർ ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണല്ലോ കയ്യിലുള്ളത്. ആ എൻഡോസർ സർട്ടിഫൈ ചെയ്യാണ് ഈ ഇൻസ്ട്രുമെന്റ് ജെനുവിൻ ആണ്. അതിനെ ജെനുവിൻ ആക്കുന്നത് എപ്പോഴാണ്? എൻഡോസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, സോ എൻഡോസർ certifies the genuineness of the instrument by putting a sign on the back of the instrument. Then endorsee gets the right for further negotiation. ഇനി ആ എൻഡോർസിക്ക് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, എൻഡോർസിക്ക് എൻഡോർസർ ആയി വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ റൈറ്റും എൻഡോർസിക്ക് കിട്ടുന്നു. Endorser guarantees that all the previous endorsements are genuine. Endorser ആണ് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്റെ കയ്യിൽ ഇത് വന്നപ്പോൾ എത്ര എൻഡോഴ്സ്മെന്റ് നടന്നിട്ടുണ്ടോ അതെല്ലാം ജെനുവിൻ ആണ് എന്നാണ് അയാൾ പറയുന്നത്. And also endorser promises to indemnify the endorsee or any subsequent holder of the instrument any loss suffered by them on the dishonor of the instrument. ആ ഒരു എന്താണ്, ആ ലയബിലിറ്റി ഫുൾ ആയിട്ട് ഏറ്റെടുക്കുകയാണ്, പ്രോമിസ് ചെയ്യാണ്. ഇതിന്റെ എല്ലാ എന്താണ് എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ലയബിലിറ്റി ഫുൾഫിൽ ചെയ്തോളാം, പ്രോമിസ് ചെയ്യാണ്. അതിപ്പോ നഷ്ടപ്പെട്ടാലും ഡിസോണർ ആയാലും അതിന്റെ കംപ്ലീറ്റ് ലയബിലിറ്റിയും ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് എൻഡോസർ അതിൽ സൈൻ ചെയ്യുമ്പോൾ. അപ്പൊ അതിന് സൈൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജെനുവിൻ ആയി, കുറച്ചുകൂടി അത് വാലിഡ് ആയി, നമുക്ക് കുറച്ചുകൂടി ഉറപ്പിക്കാം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എൻഡോഴ്സ്മെന്റ്. Then what are the requisites of a valid endorsement? എൻഡോഴ്സ്മെന്റിൽ ചെയ്യേണ്ടത് എൻഡോഴ്സർ സൈൻ ചെയ്തിരിക്കണം, എൻഡോഴ്സറിന്റെ പേര് എഴുതുമ്പോൾ കൃത്യമായിട്ട് അയാൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, ഇങ്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പെൻസിൽ കൊണ്ട് ചെയ്താലും വാലിഡ് ആണ്, പക്ഷെ പ്രിഫറബിളി ഇങ്ക് ആണ്. ബാങ്കും മറ്റുള്ളവരും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഇങ്ക് ആണ്. ഇത് ചെയ്യേണ്ടത് ഇതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ 15 ഇറ്റ് ഇസ് ക്ലിയർലി മെൻഷൻ ദാറ്റ് യു ക്യാൻ പുട്ട് യുവർ സിഗ്നേച്ചർ ഓൺ ദ ഫേസ് ഓഫ് ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്, പക്ഷെ യൂഷ്വലി ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ആണ് ചെയ്യാറ്. ദെൻ ഇതിന്റെ അനദർ ഒരു റിക്വസിറ്റ് എന്ന് പറഞ്ഞാൽ ലോഫുൾ ഹോൾഡർ ആണ്. അതായത് എൻഡോഴ്സ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ബൈ ദ ലോഫുൾ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ലോഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡർ ആണ് അത് ചെയ്യുന്നത്. അതേപോലെ ചെയ്യുന്നത് ലോഫുൾ ആയിട്ടുള്ള ഒരു ഹോൾഡർ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി അതേപോലെ ഒരു വിമൻ ആണെങ്കിൽ, അതും ഒരു മാരീഡ് വിമൻ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ പേര്, പാർട്ട്ണറിന്റെ പേര് കൂടി, പാർട്ട്ണർ മീൻസ് ഹസ്ബൻഡിന്റെ പേര് കൂടി അതിൽ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ അൺമാരീഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണെങ്കിൽ സർനെയിമും സർനെയിമും കൂടി ആഡ് ചെയ്യണം എന്നുള്ളതാണ് പേരിന്റെ കൂടെ. ഇനി ഇലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ കൊടുക്കണം. അങ്ങനെ തമ്പ് ഇംപ്രഷൻ വെക്കുമ്പോൾ വിറ്റ്നസ് കൂടി വേണം. വിറ്റ്നസിന്റെ അഡ്രസ് ഒക്കെ അവർ കളക്ട് ചെയ്യാറുണ്ട്. ബാങ്ക് പൊതുവെ ചെക്ക് ചെയ്യുമ്പോൾ വിറ്റ്നസിന്റെ സിഗ്നേച്ചറും അഡ്രസ്സും ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. ദെൻ ഫേംസ് ആണെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ടാവും, കമ്പനി ആണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺസ് ഉണ്ടാവും, ട്രസ്റ്റീസ് ആണെങ്കിലും ആർക്കാണ് അതിന്റെ ഓതറൈസേഷൻ ആ പേഴ്സൺ ആണ് അതിൽ സൈൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അതിന്റെ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് എൻഡോഴ്സ്മെന്റ്. Then there are different kinds of endorsement. പല രീതിയിൽ നമുക്ക് എൻഡോസ് ചെയ്യാം, അതായത് പല രീതിയിൽ നമുക്ക് സൈൻ ചെയ്യാം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ. ഫസ്റ്റ് വൺ ഇസ് ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റ്.
In blank or general endorsement, the endorser signs his name on the back of the instrument without mentioning the name of the endorsee. ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് മെൻഷൻ ചെയ്യാത്ത എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ എൻഡോസർ മാത്രം സൈൻ ചെയ്യുന്നു, എൻഡോഴ്സിയുടെ പേര് എഴുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ബ്ലാങ്ക് ആണ്. എൻഡോഴ്സിയുടെ പേരും കൂടി ചേർത്ത് സൈൻ ചെയ്യുവാണെങ്കിൽ അത് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ്. ഇന്നയാൾക്ക് കൊടുക്കുന്നു, പേ ടു ശ്രീല എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഫുൾ ഓർ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ്. എൻഡോസിയുടെ പേര് അവിടെ പറയുന്നില്ലെങ്കിൽ ബ്ലാങ്ക് ഓർ ജനറൽ എൻഡോഴ്സ്മെന്റുമാണ്. ദെൻ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇന്ന ആൾക്ക് മാത്രമേ ഞാൻ ഇത് കൊടുക്കുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, പേ ടു ശ്രീല ഓൺലി എന്നാണെങ്കിൽ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആണ്. ദെൻ എൻഡോഴ്സ്മെന്റിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം നടന്നാൽ മാത്രം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയും. For example, pay Srila or pay this much amount on completion of his course എന്ന് പറയുകയാണെങ്കിൽ കണ്ടീഷൻ ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഇത് കൊടുക്കുന്നു, പേ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ ആയി. സോ അതിനെ കണ്ടീഷൻ ഒരു ക്വാളിഫൈഡ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയും. ദെൻ സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെന്റ്, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോളൂ. സാൻസ് റിക്കോസ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് റിക്കോസ് അല്ലെങ്കിൽ വിത്തൗട്ട് ലയബിലിറ്റി എന്നാണ്. ട്രാൻസ്ഫർ ചെയ്യുന്നു, പക്ഷെ ലയബിലിറ്റി ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല, ലയബിലിറ്റി ഒന്നും എനിക്കില്ല, വിത്തൗട്ട് ലയബിലിറ്റി ആണിത് ഞാൻ എൻഡോസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സാൻസ് റിക്കോസ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പുറകിൽ സൈൻ ചെയ്യുന്നതിന് മുന്നേ പേ ടു ശ്രീല സാൻസ് റിക്കോസ് എന്നെഴുതും. പേ ടു ശ്രീല സാൻസ് റിക്കോസ്, അതായത് ആ എൻഡോസർക്ക് യാതൊരു ലയബിലിറ്റിയും ഇല്ല എന്ന രീതിക്കാണ്. ദാറ്റ് ഈസ് ദ എൻഡോസർ ഇസ് നോട്ട് ഹെൽഡ് ലയബിൾ ടു എൻഡോസി ഓർ എനി അതർ ഹോൾഡർ ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ദെൻ അതേപോലെ സാൻസ് ഫ്രേസ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്. സാൻസ് ഫ്രേസ് മീൻസ് വിത്തൗട്ട് എക്സ്പെൻസസ്, വേറെ എക്സ്പെൻസ് ഒന്നും ഞാൻ മീറ്റ് ചെയ്യില്ല, അങ്ങനെ വേറെ എക്സ്പെൻസസിന്റെ ലയബിലിറ്റി ഒന്നും ഞാൻ ഏറ്റെടുക്കില്ല. ഇഫ് ദ എൻഡോസർ ഡസ് നോട്ട് ലൈക്ക് ടു അക്സെപ്റ്റ് ദ ബർഡൻ ഓഫ് എനി അതർ എക്സ്പെൻസസ് ഓൺ ദ ഇൻസ്ട്രുമെന്റ്, ഹി ആഡ്സ് ദ വേർഡ് സാൻസ് ഫ്രേസ് ഇൻ ഹിസ് എൻഡോഴ്സ്മെന്റ്. അതായത് പേ ടു ശ്രീല സാൻസ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ വേറെ എക്സ്പെൻസ് ഒന്നും ഞാൻ ലയബിൾ അല്ല, ഓൺലി ആ എമൗണ്ടിൽ മാത്രമേ ലയബിൾ ഉള്ളൂ എന്ന് പറയുന്നു. ദെൻ ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്. ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചില റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല, ചില റിസ്ക് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നു, ദാറ്റ് എന്താണ് അത് ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, പേ ടു ശ്രീല നോട്ടീസ് ഓഫ് ഡിസോണർ വേവ്ഡ്. നോട്ടീസ് ഓഫ് ഡിസോണർ ഒന്നും ഞാൻ സ്വീകരിക്കില്ല, അത് സമ്മതിക്കില്ല, ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കില്ല, പക്ഷെ പേ ടു ശ്രീല അങ്ങനെയാണെങ്കിൽ അത് ഫാക്കൾട്ടേറ്റീവ് എൻഡോഴ്സ്മെന്റ് ആണ്. ദെൻ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ഉണ്ട്. അതിന്റെ ഫുൾ എമൗണ്ടും ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു 50,000 റുപ്പീസിന്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം, പക്ഷെ എൻഡോസ് ചെയ്യുന്നത് പേ ഓൺലി ₹20,000 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ്. ദെൻ പ്രീ പ്രോ എൻഡോഴ്സ്മെന്റ് ഉണ്ട്. പ്രീ പ്രോ എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനോ കമ്പനിക്കോ പാർട്ട്ണർഷിപ്പ് ഫേമിനോ ഒക്കെ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്ത പേഴ്സൺസ്, അതായത് ഇന്ന ഒരു ഫേമിന് വേണ്ടി ചെയ്യുന്ന എൻഡോഴ്സ്മെന്റ്സ് ആണ് പ്രീ പ്രോ എൻഡോഴ്സ്മെന്റ്. It is done by an authorized person on behalf of another, especially in case of firm, in case of companies, in case of trustees, in case of partnership firms, etc. Actually, the authorized person is the person who is going to put his or her sign on the back of the negotiable instrument. In that case, the endorsement is known as pre-pro endorsement. Okay, so these are the different kinds of endorsement. Then, we have already learned what is crossing of checks. Okay, in this video we have already learned what is endorsement. So what is the difference between crossing and endorsement? In case of crossing നമ്മൾ എവിടെ ചെയ്യുന്നുള്ളൂ? ചെക്സിലാണ് അല്ലേ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലൊന്നും ക്രോസിംഗ് ഇല്ല. ബട്ട് ഇൻ കേസ് ഓഫ് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് എ സൈൻ ഓൺ ദ ബാക്ക് ഓഫ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബിഫോർ ദ ട്രാൻസ്ഫർ ആണ് അല്ലേ? സോ അത് എൻഡോഴ്സ്മെന്റ് ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വേണമെങ്കിലും ചെയ്യാം. ചെക്കിൽ ചെയ്യാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെയ്യാം, പ്രോമിസറി നോട്ടിൽ ചെയ്യാം, അതർ കസ്റ്റം വൈസ് ആയിട്ട് വന്നിട്ടുള്ള റെയിൽവേ റെസീറ്റ് എന്തിലും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എൻഡോസ് ചെയ്യാം. സോ ക്രോസിംഗ് ചെക്സിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ആ ക്രോസിംഗ് എങ്ങനെയാണ് നടത്താറ്? ഇറ്റ് ഇസ് ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്. പക്ഷെ എൻഡോഴ്സ്മെന്റ് ആണെങ്കിൽ എൻഡോസ് ചെയ്യുന്നത് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ബട്ട് സെക്ഷൻ 15 പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി ഡൺ ഓൺ ദ ഫേസ് ഓഫ് ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. പക്ഷെ യൂഷ്വലി ഇറ്റ് ഇസ് ഡൺ ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുന്നതാണ് ചെക്കിന്റെ മുകളിൽ അല്ലെ?
ചെക്കിന്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ രണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുന്നതിനാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ലൈൻസ്, it is putting your signature before the transfer. Then in case of crossing, it is a direction to the bank to pay money only through an account of pay. നിങ്ങൾ ക്രോസിംഗ് നടത്തുമ്പോൾ പറയുകയാണ്, ക്രോസ്ഡ് ചെക്ക് ആണെങ്കിൽ ഈ ചെക്ക് ആർക്കാണോ ഞാൻ എഴുതിയിരിക്കുന്നത്, ആർക്കാണോ ഞാൻ കൊടുത്തിരിക്കുന്നത്, ആ പേഴ്സന്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോളൂ, എന്നിട്ട് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തോട്ടെ എന്നാണ് പറയുന്നത്. അതൊരു ഡയറക്ഷൻ ആണ് ബാങ്കർക്ക് ക്രോസ് ചെയ്യുമ്പോൾ. പക്ഷെ എൻഡോഴ്സ്മെന്റ് അങ്ങനെയല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഡൂയിങ് ടു ട്രാൻസ്ഫർ ഓൾ ദ റൈറ്റ്സ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ടു അനദർ പേഴ്സൺ. ആ ഇൻസ്ട്രുമെന്റ് എല്ലാ റൈറ്റും എല്ലാ അവകാശവും മറ്റൊരു പേഴ്സൺ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ശരിക്കും എൻഡോഴ്സ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്രോസിംഗ് എപ്പോഴും ചെക്കിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ തന്നെ ചെയ്യണം. അറ്റാച്ച്മെന്റ് ഒന്നും പറ്റില്ല, പേപ്പർ ഒന്നും അറ്റാച്ച് ചെയ്ത് ക്രോസ് ചെയ്താൽ പറ്റത്തില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് എൻഡോഴ്സ്മെന്റ് ക്യാൻ ബി ഡൺ ഓൺ എ സെപ്പറേറ്റ് പേപ്പർ ആൻഡ് ദാറ്റ് സെപ്പറേറ്റ് പേപ്പർ ഷുഡ് ബി അറ്റാച്ച് ടു ദ ഇൻസ്ട്രുമെന്റ്. നമുക്ക് അനക്സ് ചെയ്യാം പേപ്പേഴ്സ്. So these are the differences between crossing and endorsement. Then regularity of endorsement. Section 85 define ചെയ്യുന്നു. ബാങ്കർ ആണല്ലോ ശരിക്കും ഇത് എൻകാഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കറിന് കുറെ സെക്ഷൻ 85 പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ എങ്ങനെയാണ് നമുക്ക് ഒരു എൻഡോഴ്സ്മെന്റ് റെഗുലാരിറ്റി, ഇത് വാലിഡ് ആണോ എന്ന് നമുക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാം, ഒരു ബാങ്കർക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന്, കോംപ്ലിമെന്ററി ഓർ കേർട്ടസി ടൈറ്റിൽസ് ലൈക്ക് മിസ്റ്റർ, മിസ്സസ്, മിസ്, ശ്രീമതി, ഇതൊന്നും അതിന്റെ സിഗ്നേച്ചറിന്റെ കൂടെ പ്രിസീഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓർഡിനറി ഒരു സിഗ്നേച്ചർ അത് ക്ലിയർ ആണോ എന്ന് നോക്കും. എൻഡോസറിന്റെ നെയിം കറക്റ്റ് സ്പെല്ലിംഗ് ആണോ എന്ന് നോക്കുക. ദെൻ ഇൻ കേസ് ഓഫ് വുമൻ ആണെങ്കിൽ, മാരീഡ് വുമൻ ആണെങ്കിൽ ഹസ്ബൻഡ്സിന്റെ നെയിമും, അതേപോലെ എന്താണ് ഒരു അൺമാരീഡ് വുമൻ ആണെങ്കിൽ സർനെയിം ഉണ്ടാവണം. ഇലിറ്ററേറ്റ് പേഴ്സൺ ആണെങ്കിൽ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നോക്കണം. അപ്പോൾ അവിടെ വിറ്റ്നസ് ഉണ്ടാവണം, വിറ്റ്നസിന്റെ അഡ്രസ്സും സിഗ്നേച്ചറും ബാങ്ക് കളക്ട് ചെയ്യും. ദെൻ ഫേംസ് ആണെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സൺ ആണോ എന്ന് നോക്കും, കമ്പനി ആണെങ്കിലും അതുപോലെ നോക്കും, ട്രസ്റ്റി ആണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺസ് ആണോ എന്ന് നോക്കും. പബ്ലിക് അതോറിറ്റീസ് ആണെങ്കിൽ പബ്ലിക് അതോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള എൻഡോഴ്സ്മെന്റ് ആണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ ആണോ സൈൻ ചെയ്തെന്നുള്ള പ്രൂഫ് എന്തായാലും ബാങ്ക് നോക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് അത് വെരിഫൈ ചെയ്യുന്നത്. ജോയിന്റ് പേയ്സ് ഉണ്ടെങ്കിൽ, അതായത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരുപാട് പേയ്സിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ പേയ്സിന്റെ എല്ലാവരുടെയും സിഗ്നേച്ചർ ഉണ്ടാവണം. അതായത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു 3 പേർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ ആ 3 പേർക്ക് അത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ 3 പേര് അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ല, അത് ക്ലിയർ ആയിട്ട് എൻഡോസ് ചെയ്തിട്ടുണ്ടാവണം, സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ അതും സെപ്പറേറ്റ് ആയിട്ട് സൈൻ ചെയ്ത് പേരും എല്ലാം ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെയാണ് ക്ലബ്സും അസോസിയേഷൻസും എല്ലാം, അവരുടെയും എല്ലാം ഓതറൈസ്ഡ് പേഴ്സൺ തന്നെയാണോ എൻഡോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ഡിസീസ്ഡ് പേഴ്സൺ ആണെങ്കിൽ, മരണപ്പെട്ട ആളാണെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആണോ എൻഡോസ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ എൻഡോസറിന്റെ ലയബിലിറ്റീസ്. കുറെ ലയബിലിറ്റീസ് ഉണ്ടല്ലോ എൻഡോസർക്ക്. സെക്ഷൻ 35 ആണ് ലയബിലിറ്റീസ് ഓഫ് എൻഡോസർ പറഞ്ഞിരിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881 സെക്ഷൻ 35. ഓക്കെ, ടു അക്സെപ്റ്റ് ആൻഡ് മേക്ക് പേയ്മെന്റ് ഓൺ ഡ്യൂ പ്രസന്റേഷൻ. അതായത് എൻഡോഴ്സി അത് ബാങ്കിലോ അല്ലെങ്കിൽ എപ്പോഴാണോ അത് ഡ്യൂ ആയ സമയത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എൻഡോസർ അത് ആ ഫുൾ പേയ്മെന്റ് കൊടുക്കാൻ ലയബിൾ ആണ്. ടു കോമ്പൻസേറ്റ് ദ ഹോൾഡർ ഇഫ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് ഗിവൺ. ഇനി എൻഡോസിക്ക് അത് സബ്മിറ്റ് ചെയ്തപ്പോൾ ഡിസോണർ ആയി, അപ്പൊ എൻഡോസി എന്ത് ചെയ്യണം, നോട്ടീസ് ഓഫ് ഡിസോണർ അയക്കണം എൻഡോസർക്ക്. അങ്ങനെ നോട്ടീസ് ഓഫ് ഡിസോണർ കിട്ടിയ ഒരു എൻഡോസർ ആണെങ്കിൽ ആ ഹോൾഡർക്ക് അല്ലെങ്കിൽ ആ എൻഡോസിക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്, ലയബിൾ ആണ്. കനോട്ട് ഡിനൈ ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ദ ജെനുവിനെസ് ഓഫ് എ ഡ്രോയേഴ്സ് സിഗ്നേച്ചർ. എൻഡോസർ ഒരിക്കലും ഡ്രോയറിന്റെ സിഗ്നേച്ചർ ജെനുവിൻ അല്ല, അയ്യോ ഞാൻ അറിഞ്ഞില്ല, ജെനുവിൻ അല്ലാന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ പേഴ്സൺ അത് കിട്ടിയിരിക്കുന്ന ഫുൾ റൈറ്റ് ആണ്. അതിന് മുന്നേ എത്ര ട്രാൻസ്ഫർ ചെയ്ത് വന്നെന്ന് പറഞ്ഞാലും ഹി കനോട്ട് ഡിനൈ ടു എ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് അബൌട്ട് ദ ജെനുവിനെസ് ഓഫ് ദ ഡ്രോയർ സിഗ്നേച്ചർ. Then cannot deny the regularity and validity of endorsement and his title to the instrument to any subsequent endorsees. എത്ര സബ്സിക്വന്റ് എൻഡോസീസ് ഉണ്ടെന്ന് പറഞ്ഞാലും എൻഡോസർക്ക് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല ഇതിന്റെ റെഗുലാരിറ്റീനെ കുറിച്ചോ അല്ലെങ്കിൽ വാലിഡിറ്റിനെ കുറിച്ചോ, അയ്യോ തെറ്റാണ്, തെറ്റിപ്പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഹി ഈസ് ലയബിൾ ടു ഓൾ റിഗാർഡിംഗ് ദാറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ആൻഡ്
it comes to an end. ആ liability എപ്പോഴാണ് അവസാനിക്കുക? It comes to an only on the payment of the instrument in due course. ആ ഇൻസ്ട്രുമെന്റിന്റെ പേയ്മെന്റ് നടന്നതിന് ശേഷമേ ലയബിലിറ്റി എല്ലാം അവസാനിക്കുന്നുള്ളൂ. അതിന് മുന്നേ വരെ പൂർണ്ണ ലയബിലിറ്റിയും എൻഡോസർക്കുണ്ട്. So these are the liabilities of endorser and it is clearly mentioned according to section 35 of the Negotiable Instruments Act 1881. I hope from these 5 videos you have got an idea about what is negotiable instrument, what are the different types of negotiable instruments, okay, what is endorsement, what are the different kinds of endorsement, how you can endorse a negotiable instrument, what are the liabilities of endorsement, okay, liabilities of endorser, and who all are the parties involved in the endorsement, etc. So study well. So this is our last video regarding the negotiable instruments. Hope you have got a good idea about negotiable instruments and Negotiable Instruments Act 1881. Thank you.